ലോകത്ത് ലഹരി ഇങ്ങനെ പടരുകയല്ലേ? എവിടെയാണ് ലഹരിക്ക് പ്രചാരമില്ലാത്തത്? വിവാഹം തുടങ്ങിയാൽ തലേന്ന് കുപ്പി പൊട്ടിക്കാത്ത വീടുകൾ വിരളമാണ്. കുടിച്ചു കൂത്താട്ടുകയാണ് യുവാക്കളും യുവതികളുമൊക്കെ. ക്യാമ്പസുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ലഹരിയും അതുപോലെ തന്നെ സെക്സും മയക്കുമരുന്നുമൊക്കെ പ്രൈമറി തലങ്ങളിലെ കുട്ടികളുടെ പുസ്തക സഞ്ചികളിൽ വരെ സുലഭമായ ഒരു കാലഘട്ടമാണിത്. കഞ്ചാവിനടിമകളായ മക്കൾ, ലഹരിക്ക് അടിമകളായ മക്കൾ, മയക്കുമരുന്നിന് അടിമകളായ മക്കൾ ചീത്തയായ കൂട്ടുകെട്ടുകൾക്ക് പിന്നാലെ പോയപ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ മുഴുവനും തകർന്നുകൊണ്ട് തരിപ്പണമാക്കിക്കൊണ്ട് ഭവനത്തിലേക്ക് മടക്കപ്പെട്ട കുട്ടികൾ. വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് ഈ സമുദായം പോയിട്ടുള്ളത്. വലിയ ജാഗ്രത വേണം പ്രിയമുള്ളവരെ. എല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ മാനവ സമൂഹത്തിന്റെ കുളം തോണ്ടുന്ന ദുരന്തമാണ് വരാൻ പോകുന്നത്. അത്രക്കും മദ്യം ഇവിടെ ഒഴുകുകയാണ്. നമ്മുടെ സർക്കാർ ഇപ്പോഴെടുത്ത ഒരു തീരുമാനം വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒരുപാട് ബാറുകൾ പൂട്ടാൻ തീരുമാനമായി. ഒരുപാട് അടച്ചുപൂട്ടപ്പെട്ട ബാറുകൾ ഇനി തുറക്കില്ലെന്ന് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ അടച്ചിട്ട ബാറുകൾ ഇനി തുറക്കില്ല. തുറന്നു കിടക്കുന്ന ബാറുകൾക്ക് പോലും ഘട്ടം ഘട്ടമായി അടക്കാനുള്ള സംവിധാനമുണ്ടാക്കും. ബീവറേജിന്റെ മുമ്പിലുള്ള നീണ്ട ക്യൂ കണ്ടാൽ ഇനി അത് പെട്ടെന്ന് സീല് ചെയ്ത് പൂട്ടും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാവണം. അതൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാവണം. അഭിനന്ദനാർഹമായ ജനനന്മക്കുള്ള മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിയമങ്ങളാണത്. അങ്ങനെയുള്ള പൊൻവെളിച്ചങ്ങൾ വരട്ടെ. അതിന് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അത് അയാൾ കൊണ്ടുവന്ന ഓർഡിനൻസ് ആണ്, അതുകൊണ്ട് അതിനെ എതിർത്തേ പറ്റൂ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും തോന്നിക്കൂടാ. എല്ലാവരും ഒന്നിക്കണം. ചിലരൊക്കെ ഇപ്പൊ പറയുന്നത് നമ്മുടെ റവന്യൂ വരുമാനം അല്ലെങ്കിൽ തന്നെ വളരെ മോശമാണ്, അതുകൊണ്ട് ഖജനാവ് കാലിയാകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. ഈ ചെത്തുതൊഴിലാളികൾ മുഖേന, അബ്കാരി കോൺട്രാക്ടർമാർ മുഖേന ബാറുകളിലൂടെയൊക്കെ വിറ്റഴിക്കപ്പെടുന്ന മദ്യം കൊണ്ട് സമൂഹത്തിന്റെ ഖജനാവിൽ, രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുന്ന കോടികളുടെ എത്രയോ മടങ്ങാണ് കുടിയന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ആപത്തുകളുടെ പരിഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട കോടികൾ. മനുഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ടോ? കുടിയുടെ വരുമാനം കൊണ്ടുള്ള പണത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് കുടിച്ചവര് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കേണ്ടി വരുന്നത്. ഏതാ നഷ്ടം, ഏതാ ലാഭം? ആലോചിക്കണം. ഇതിലെല്ലാവരും ഒന്നിച്ചുകൊണ്ട സഹകരണത്തോടു കൂടി എല്ലാവരും ഈ മേഖലയിൽ സഹകരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് വളരെ കൃത്യമായി പറയാനുണ്ട്. ഇസ്ലാമിന് വളരെ കൃത്യമായി സമൂഹത്തോട് പറയാനുണ്ട്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇഷ്ടമില്ലെന്ന ബോധത്തോടെ മാറി നിൽക്കണം. അതുകൊണ്ട് മാറി നിൽക്കണം. മാത്രല്ല ഈ സമുദായത്തോട് പഠിപ്പിച്ചു, അൽ ഖംറുൽ ഖബായിസി, തിന്മകളുടെ മാതാവാണ് മദ്യപാനം. മദ്യം എന്നത് തിന്മകളുടെ മാതാവാണ്. ഫമൻ ശരിബഹാ, ആരെങ്കിലും ആ മദ്യം കുടിച്ചാൽ, വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവന്റെ ഉമ്മയെ അവൻ എന്തു ചെയ്യും? ബന്ധപ്പെടും. ഇളയമയെയും അമ്മായിയെയും ഒക്കെ അവൻ ബന്ധപ്പെടും. കുടിച്ചോന് പിന്നെന്ത് ഉമ്മ, കുടിച്ചോന് പിന്നെന്ത് മകള്? അതേ സമൂഹത്തിൽ കാണുന്ന ദുരന്തങ്ങളൊക്കെ പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പ്രവചിച്ചില്ലേ? അതേ ബാപ്പ കാരണത്താൽ മകൾ ഗർഭിണിയായ കേസുകൾ, ഉമ്മയെ വ്യഭിചരിക്കുന്ന മക്കൾ, അതേ പെങ്ങളെ വ്യഭിചരിക്കുന്ന ആങ്ങളമാര്, അതേ കേസുകളുടെയൊക്കെ പിന്നാമ്പുറത്തേക്ക് തേടി ചെന്നാൽ മുഴുവനും ലഹരിക്കടിമകളാണ്, കഞ്ചാവിനടിമകളാണ്, മയക്കുമരുന്നിനടിമകളാണ്. സ്വബോധത്തോടെ അത് ചെയ്യാൻ മനുഷ്യർക്ക് സാധ്യമാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം അത് പഠിപ്പിക്കുമ്പോ, അത് വളരെ ഗൗരവമുള്ള കുറ്റമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുമ്പോ, നീ അത് കുടിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തതാ നിനക്ക് തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് അവിടുന്ന് പറഞ്ഞു? അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന വിയർപ്പും, സ്വദീദു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തുരുകി ചീഞ്ഞളിഞ്ഞ് പുറത്തു വരുന്ന ചീഞ്ചലവുമാകുന്നു. അതാണ് മദ്യപാനികൾക്ക് അവിടെ കുടിപ്പിക്കപ്പെടുന്നതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സർക്കാരിന്റെ നിയമം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്. അതിലേക്ക് എത്തിപ്പെടുന്നതും എല്ലാം നിഷിദ്ധമാണ്.